ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമ്മൾ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഒരു മനുഷ്യനുണ്ടാകുന്ന ഭാഗ്യത്തിൻ്റെ ഉറവിടവും അടിസ്ഥാനവുമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 119 സങ്കീർത്തനം 1 വാക്യത്തിൻ്റെ വിശദീകരണമായിട്ടാണ് ഇത് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ നമ്മൾ ഇന്ന് നമുക്കൊരു ഭാഗ്യപദവിയെക്കുറിച്ച് ചിന്തിക്കാം. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ, അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരെ പിന്നാലെ ചെന്ന് പെറുക്കി. ഭാഗ്യവശാൽ അവൾ എലിമേലെക്കിന്റെ കുടുംബക്കാരനായ ബോവസിനുള്ള വയലിൽ ആയിരുന്നു ചെന്നത്. ഈ വചനം നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. അതായത്, ഇസ്രായേലിനായ എലിമേലേക്ക് ഇസ്രായേലിലൊരു ക്ഷാമം ഉണ്ടായപ്പോൾ കുടുംബമായിട്ട് മോവാബിലേക്ക് പോയി. മോവാബിൽ ചെന്ന് അവിടെ പരദേശിയായിട്ട് ജീവിച്ചു. എലിമേലേക്ക് മരിച്ചു. എലിമേലെക്കിന്റെ 2 ആൺമക്കളും മരിച്ചു. അങ്ങനെ എലിമേലെക്കിന്റെ ഭാര്യ നവോമിയും 2 മരുമക്കളും, അതായത് ഓർപ്പയും രൂത്തും എന്നിങ്ങനെ ഈ 3 പേര് മാത്രം ശേഷിച്ചു. ഒടുവിൽ ഇങ്ങനെ ഈ 3 പെൺകുട്ടികളും 3 സ്ത്രീകൾ മാത്രം ഒരു കുടുംബത്തിൽ ജീവിച്ച് എവിടെ ലക്ഷ്യം കാണാൻ സാധിക്കും? എങ്ങും എത്തില്ല. അതുകൊണ്ട് അമ്മാവി മരുമക്കളോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ യൗവനക്കാരാണ്. നിങ്ങൾക്ക് ഇനി ഒരു മനുഷ്യൻ്റെ കൂടെ ഭാര്യയായിട്ട് ജീവിച്ച് കുഞ്ഞുങ്ങളുണ്ടായി നിങ്ങൾക്കൊരു കുടുംബം ഉണ്ടാക്കാൻ സാധിക്കും. ഞാനാണെങ്കിൽ വൃദ്ധയായി. നിങ്ങളതുകൊണ്ട് ഓരോരുത്തരും താന്താൻ്റെ ദേശത്തേക്ക് പോയിക്കോ. അവരുടെ മോവാബാണ് അവരുടെ ദേശം. ആ ദേശത്തേക്ക് പോയിക്കോ. ഇത് കേട്ടപ്പോൾ കാര്യം ചിന്തിച്ചപ്പോൾ ശരിയാണ്, ഇനി അമ്മാവിയമ്മയുടെ കൂടെ വന്നിട്ട് കാര്യമില്ല. ഇനി ഈ ഭവനത്തിൽ ഈ 3 പെൺകുട്ടികൾ കൂടി 3 സ്ത്രീകൾ കൂടി നിന്ന് ജീവിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളത് സത്യമായിട്ട് വാസ്തവമായിട്ടും അത് അംഗീകരിക്കത്തക്ക ഒരു കാര്യവുമായിട്ട് ഓർപ്പ കണ്ടു. ഓർപ്പ അമ്മാവിയുമായി ചുംബിച്ച് പിരിഞ്ഞു. ശരി അമ്മ എന്ന് പറഞ്ഞു. ഒരു കരഞ്ഞ് സങ്കടത്തോടു കൂടി പിരിഞ്ഞുപോയി. രൂത്ത് പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ ഇവിടെ വന്നു, ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടെത്തി. നിന്റെ ദൈവമാണ് എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. നിന്റെ ജനമാണ് എൻ്റെ ജനം. മരണത്താലല്ലാതെ നമ്മൾ തമ്മിൽ പിരിയില്ല ഒരു ഉറച്ച തീരുമാനം അങ്ങ് എടുത്തു. അപ്പോൾ ഇവള് എന്ത് കണ്ടിട്ടാണ് ഈ തീരുമാനം എടുത്തത്? ഈ രൂത്ത് എന്ത് കണ്ടിട്ടാണ്? കാരണം വേറെ ആരുമില്ല. സഹോദരി ഉണ്ടായിരുന്നു, പോയി. പിന്നെ അമ്മാവിയമ്മയും താനും മാത്രമേ ഉള്ളൂ. ഈ 2 സ്ത്രീകൾ കൂടി എന്ത് ചെയ്യാൻ സാധിക്കും? ഇസ്രായേലിൽ ആണെങ്കിലും തങ്ങൾക്കൊരു അവകാശം ഉള്ളതായിട്ട് അറിയാൻ പാടില്ല. ഈ സമയത്ത് ഇവൾ എന്ത് കണ്ടിട്ടാണ് ഇത് പറഞ്ഞതെന്നുള്ളത് പിന്നീട് ബോവസ് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ബോവസിനെ കണ്ടു കഴിയുമ്പോൾ ബോവസ് പറയുന്ന വാക്ക് പ്രകാരമാണ്. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇവിടെ എവിടെയാണ് ആശ്രയിച്ചത്? യഹോവയായ ദൈവത്തിന്റെ ചിറകിന്റെ നിഴലിലാണ് അവൾ ആശ്രയിച്ചു വന്നിരിക്കുന്നത്. നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കുന്നത്, ഈ ഭൂമിയിൽ 2 നിഴലാണുള്ളത്. അതായത്, ഒന്ന് മരണനിഴൽ, അത് ലോകജാതികൾ ജീവിക്കുന്നത്. 2 സർവശക്തന്റെ നിഴൽ, അതാണ് ഇപ്പം ഈ പറഞ്ഞ യഹോവയുടെ ചിറകിൻ നിഴൽ. അപ്പോൾ ഈ നിഴൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിഴൽ നോക്കി പോകുന്നവൻ, ഒരു മനുഷ്യൻ രാവിലെ 8 ആകുമ്പോഴേക്കും ഒരു നിഴലിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ നിഴല് ഒരു വലിയ വൃക്ഷത്തിന് നിഴലാണ്. ഈ നിഴല് മാറി മാറിക്കൊണ്ടിരിക്കും. രാവിലെ 8 മണിക്കുള്ള സ്ഥാനമല്ല 9 മണിക്ക്, അത് മാറി. അവൻ അങ്ങോട്ട് മാറി. 9 മണി 10 മണി ആയപ്പോഴേക്കും ആ നിഴൽ പിന്നെയും മാറി. അവൻ അങ്ങോട്ട് മാറി. ഇങ്ങനെ മാറി 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 12 മണിയാകുമ്പോഴേക്കും, നട്ടുച്ചയാകുമ്പോഴേക്കും ഈ നിഴൽ അവസാനിക്കും. നിഴൽ അവസാനിക്കുമ്പോൾ നിഴലിൽ തുടർന്ന് വന്നിട്ടുള്ള ആ മനുഷ്യൻ വൃക്ഷത്തിന്റെ ചുവട്ടിൽ അവസാനിക്കും. ഇതുപോലെയാണ് ഈ ലോകത്തിലുള്ള 2 നിഴല്. സർവശക്തനായ ദൈവത്തിന്റെ നിഴൽ, 91-ാം സങ്കീർത്തനം വായിക്കുന്നത്, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ഈ നിഴലിൽ പാർക്കുന്നവൻ, അതായത് ദൈവത്തിന്റെ സഭയെല്ലാം സർവശക്തനായ ദൈവത്തിന്റെ നിഴലില്ല. ഇത് ഇങ്ങനെ ഈ നിഴല് മാറുന്നതോടൊപ്പം അതിങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കും. ഒടുവിൽ
ഈ നിഴലിന്റെ പൊരുളായിരിക്കുന്ന ആ, കർത്താവ് സ്വർഗത്തിൽ ഇരിക്കുന്ന ആ ഇടത്ത് ഈ നിഴൽ ചേരുമ്പോൾ ചെന്ന് ചേരുമ്പോൾ ദൈവഭക്തന്മാരും എത്തിച്ചേരും. അതുപോലെ തന്നെ മൃത്യു അവരെ മേയിക്കുന്നു. ആഹ് മരണത്തിന്റെ നിഴൽ. മരണത്തിന്റെ നിഴലിൽ മുമ്പോട്ട് പോകുന്നവര് ഇത് ഈ നിഴല് മാറി, 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 മാറി വന്നതിന് ശേഷം അവൻ ആഹ് പാതാളത്തിൽ ചെന്ന് അവസാനിക്കുന്നു. ആ നിഴല് പാതാളത്തിൽ നിന്ന് വരുന്നതാണ്. അത് സാത്താന്റെ അടുക്കൽ ചെന്ന് അത് ദൈവത്തിന്റെ എതിരാളിയായ പിശാചിന്റെ അടുക്കൽ ആ നിഴൽ അവസാനിക്കും. ഇപ്പൊ 2 ശക്തിയുടെ ശക്തിയിൽ അവസാനിക്കുന്ന 2 നിഴലുകളാണ് ഭൂമിയിലുള്ളതെന്നർത്ഥം. ഒന്ന്, മരണനിഴലിൽ ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ മരണനിഴലിലുള്ളവർ, അതാണ് ലോകജാതികൾ, അവരെല്ലാവരും ചെന്നെത്തുന്നത് പാതാളത്തിലാണ്. പാപം ചെയ്തവൻ പാതാളത്തിന് ഇരയാകുന്നു എന്ന് പറയുന്ന പ്രകാരം ഈ നിഴലിൽ സഞ്ചരിച്ചവർ പാതാളത്തിൽ അവസാനിച്ചു പോകുന്നു. എന്നാൽ സർവ്വശക്തനായ ദൈവത്തിന്റെ നിഴലിൽ ആയിരിക്കുന്നവർ അവൻ കർത്താവ് ഇരിക്കുന്നിടമായ ആ ഉയരത്തിൽ ചെന്ന് അവനും കർത്താവിനോടൊപ്പം എന്നേക്കും വസിക്കുന്നു. ഇതാണ് 2 നിഴലിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇതിൽ വിശ്വാസത്തിൽ വരുന്നവൻ ഈ സർവ്വശക്തന്റെ നിഴലിനെ കണ്ടെത്തിയില്ല എങ്കിൽ അവന്റെ ജീവിതം വ്യർത്ഥമാണ്. കാരണം ഞാൻ എവിടെയാണ് ജീവിച്ചിരുന്നത്, ഇപ്പോഴെങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. അത് തന്നെ ഓർപ്പയ്ക്കും പറ്റിയത്. ഓർപ്പ മോവാബിൽ ജീവിച്ചുകൊണ്ടിരുന്നതാ. അതുപോലെ തന്നെ രൂത്തും മോവാബി സ്ത്രീയാണ്. ഇവരെ രണ്ടുപേരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോവാബിനെയും മോവാബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാമത്തെ തലമുറ പോലും അവർ ഇസ്രായേലിൽ മാനസാന്തരപ്പെട്ട് വന്നെന്നിരിക്കട്ടെ. ഇനി ഞങ്ങൾ ഒരു ഇസ്രായേല്യരായിട്ട് അല്ലെങ്കിൽ ദൈവമക്കളോടുകൂടെ ജീവിക്കാമെന്ന് പറഞ്ഞു വന്നാൽ 10ാമത്തെ തലമുറ പോലും തലമുറ വരെയും ദൈവത്തിന്റെ സന്നിധി ചെല്ലാൻ പാടില്ല. അങ്ങനെ ശാപം കിട്ടിയവരാ. അവിടുന്നാണ് ഈ ഭാഗ്യവശാൽ അവള് ഇവിടെ വന്നത്. ഇവിടെ വന്നത് എലീമേലെക്കിന്റെ ഭവനത്തില് മഹ്ലോന്റെയും ഗില്യാന്റെയും ഭാര്യമാരായി തീർന്നു ആ കുടുംബത്തിൽ വന്നത്. അത് മാത്രമല്ല, അവർക്ക് സത്യദൈവത്തെ ആരാധിപ്പാനും സത്യദൈവത്തെ വിളിച്ചപേക്ഷിപ്പാനും അവർക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് അപ്രകാരമാണ്. ഇതെല്ലാം ഭാഗ്യമാണ്. അതുകൊണ്ട് ഇവൾ അത് കണ്ടെത്തി, മറ്റവൾ അത് കണ്ടെത്തിയില്ല. ഞാൻ ആയിരുന്ന മോവാബ് എന്ന് പറയുന്ന സ്ഥലം മരണനിഴലുള്ള സ്ഥലമാണ്. ആ മരണനിഴലിൽ ചെന്ന് അവസാനിക്കുന്നത് പാതാളത്തിലാണ്. അത് മരണത്തിൽ ചെന്ന് അവസാനിക്കും. എന്നാൽ അതിൽ നിന്ന് വേർപെട്ട് എന്നെ കർത്താവ് ഇവിടെ വരുത്തി സത്യദൈവത്തെ അറിയാൻ അവസരം തന്നു. ഇന്ന് ഞാൻ സർവ്വശക്തനായ ദൈവത്തിന്റെ നിഴലിലാണ്. ഈ നിഴല് അവസാനിക്കുന്നത് സ്വർഗീയമായിട്ടുള്ള അനുഗ്രഹത്തിലായിരിക്കും, അല്ലെങ്കിൽ കർത്താവിന്റെ സന്നിധിയിലായിരിക്കും എന്നുള്ള പരിജ്ഞാനം ഓർപ്പയ്ക്കില്ലാതെ പോയി. അതുകൊണ്ട് തന്നെ ഓർപ്പ അമ്മാവിയമ്മയെ പിടിച്ച് ചുംബിച്ച് പിരിഞ്ഞ് കരഞ്ഞ് വീട്ടിൽ പോയി. എന്നാൽ രൂത്ത് അമ്മാവിയോട് പറ്റി നിന്നു, വിടില്ല. അവൾ പറഞ്ഞു, നിന്റെ ജനം എൻ്റെ ജനമാണ്, നിന്റെ ദൈവം എൻ്റെ ദൈവമാണ്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ മരിച്ചടക്കപ്പെടുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലല്ലാതെ എന്നെയും നിന്നെയും തമ്മിൽ വേർപിരിപ്പാൻ ആർക്കും സാധിക്കുകയില്ല. ഈ ഒരു ഉറച്ച തീരുമാനം അവളുടെ ജീവിതത്തിൽ വന്നു. കാരണം അവൾ ഇത് കണ്ടുകൊണ്ടാണ്. എന്ത് കണ്ടുകൊണ്ടു? അവൾ അത്യുന്നതനായ ദൈവത്തിന്റെ നിഴൽ അവിടെ കണ്ടു. സർവശക്തനായ ദൈവത്തിന്റെ നിഴൽ അവിടെ കണ്ടു. അവ സർവശക്തന ആ നിഴല് കണ്ടുകൊണ്ടാ വന്നതെന്നുള്ളത് പിന്നീട് നമ്മൾ വായിക്കുമ്പോഴാണ്, ബോവസ് സംസാരിക്കുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാകുന്നത്. യഹോവയുടെ ചിറകിൻ നിഴലിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് യഹോവ പൂർണ്ണ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പറയുമ്പോഴാണ് ഈ രൂത്ത് ഇത് കണ്ടിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പോ ഈ ഈ നിഴല് കണ്ടിരുന്നു, സർവശക്തന്റെ നിഴൽ കണ്ടിരുന്നു. ആ നിഴൽ ചെന്ന് എത്തുന്ന ഇടം മനസ്സിലായിരുന്നു. അവൾ വിട്ടുപോകുന്ന ഇടത്തിന്റെ അവസ്ഥ അവൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് മരണത്താലല്ലാതെ ഇതിനെ വിട്ട് പിരിയുകയില്ല എന്നൊരു തീരുമാനം അവൾ എടുത്തത് കൊണ്ട് അവൾ വന്നുപെട്ടത് കൃത്യമായിട്ട് അവളെ പെട്ടത് ബോവസിന്റെ വയലിലായിരുന്നു. അപ്പൊ അവൾക്കുണ്ടായ ഭാഗ്യം എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മീക മണ്ഡലങ്ങളിൽ അവളെ നടത്തിക്കൊണ്ട് വന്ന് ബോവസിന്റെ വയലിൽ എത്തിപ്പാൻ ഒരു പ്രവർത്തനം അവൾക്കുണ്ടായിരുന്നു. ഒരു ആത്മീക ശക്തി, അല്ലെങ്കിൽ ആത്മീയ മണ്ഡലങ്ങളിലുള്ള ഒരു ശക്തി അവളെ നടത്തിക്കൊണ്ട് വരാനുണ്ടായിരുന്നു. കാരണം അവളുടെ തീരുമാനം മുതൽ, അവൾ ദൈവത്തിന് മുമ്പാകെ എടുത്ത തീരുമാനം മുതൽ അവളെ വഴി നടത്താനും അവളെ ഇസ്രായേലിൽ എത്തിപ്പാനും അവളെ ബോവസിനോട് ചേർക്കാനും ഒരു ശക്തി അവളിൽ പ്രവർത്തിച്ചിരുന്നു, അവളോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് നാം കാണുന്നു. അതുകൊണ്ടാണ് അവൾക്ക് ബോവസിന്റെ വയലിലെത്താൻ ഭാഗ്യം ലഭിച്ചത്. അല്ലാതെ അവളുടെ ബുദ്ധിയോ കഴിവോ
ഏതെങ്കിലും തരത്തിലുള്ള ഉള്ള ഒരു സാഹചര്യമോ അല്ല. പിന്നെയോ ആത്മീക മണ്ഡലം അവൾക്ക് അനുകൂലമായതുകൊണ്ട് ഭൗതിക മണ്ഡലത്തിൽ അവൾ അനുഗ്രഹിക്കപ്പെട്ടു. ബോവസിന്റെ വയലിൽ ഭാഗ്യവശാൽ വന്നു പെട്ടു. ബോവസ് അവളെ കണ്ടു. അവളോട് കൃത്യമായിട്ട് സംസാരിച്ചു. അവൾക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തു. അവളെ തൻ്റേതാക്കി തീർത്തു. അവൾ ദാവീദിന്റെ അപ്പന്റെ അപ്പനായ ഒബേദ് എന്ന് പറയുന്ന ശിശുവിനെ രൂത്ത് പ്രസവിച്ചു. ഇതെല്ലാം ഭാഗ്യമാണ്. ഈ ഭാഗ്യത്തിനെല്ലാറ്റിനും കാരണം അവൾ ആ, ആ, ദൈവത്തിന് മുമ്പാകെ എടുത്ത തീരുമാനം ആത്മീയ മണ്ഡലങ്ങളിൽ ദൈവം പ്രസാദിച്ചത് കൊണ്ടുമാണ്.